വിശദമായ വാർത്തകളിലേക്ക്. കേരള നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. സണ്ണി ജോസഫ്, വി.ഡി. സതീശൻ, ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയാണ് വിളിപ്പിച്ചത്. KPCC സെക്രട്ടറി പട്ടിക, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം എന്നിവ ചർച്ചയാകും. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, ഈ KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഹൈക്കമാൻഡിനെ സംസ്ഥാന നേതാക്കൾ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തുനിൽക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ SIR കേരളത്തിലടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. SIR കേരളത്തിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സാവകാശം തേടിയിരുന്നു കേരളം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു സാവകാശവും തന്നില്ല. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ സ്റ്റാലിൻ വിളിച്ച് തമിഴ്നാട്ടിൽ ചേർത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് വളരെ അടിയന്തരമായി കേരളത്തിലെ നേതാക്കന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇതുകൂടാതെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരോടാണ് വളരെ അടിയന്തരമായി തന്നെ ഡൽഹിയിൽ എത്തിച്ചേരാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാത്രി എത്തും. രമേശ് ചെന്നിത്തല നാളെയായിരിക്കും എത്തുക. മാത്രമല്ല, ഈ നേരത്തെ ഈ പുനഃസംഘടന കഴിഞ്ഞെങ്കിൽ പോലും K. മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരുടെ ആ നിർദ്ദേശം ഒരാളെ പോലും നിയോഗിച്ചില്ല എന്നുള്ള ഒരു പരിഭവം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാതിയും പരിഭവവും മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ V.D. സതീശൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ KPCC സെക്രട്ടറിമാരെ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ്. കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആ നേതാക്കന്മാർ ചെറുപ്പക്കാരടക്കമുള്ള KPCC സെക്രട്ടറി ആകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് V.D. സതീശൻ എടുത്തിരിക്കുന്നത്. ഇത്തരം പരാതികളും നേതാക്കന്മാരുടെ പരിഭവങ്ങളും പരിഹരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ വേണ്ടിയുള്ള നേതാക്കന്മാരുടെ അവരുടെ ഒരു കൂട്ടായ്മ ഒരുക്കുക, അവരുടെ ആശയങ്ങൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുക തുടങ്ങിയ ആശയങ്ങൾ വെച്ചിട്ടാണ് വളരെ അടിയന്തരമായി തന്നെ ഈ നേതാക്കന്മാർ ഡൽഹിയിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചിരിക്കുന്നത്. ശരി, D. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.